ഗാന്ധിജിയുടെ ജീവചരിത്രമൊക്കെ നമ്മൾ പുസ്തകമാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അമിത്ഷായുടെ ജീവചരിത്രം അല്ലെങ്കിൽ അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും പുസ്തകമാക്കണമെന്നാണ് അമിത്ഷാ ഫാൻസ് പറയുന്നത്. അത്രയ്ക്കൊക്കെ മാത്രം പഠിക്കാനുള്ളതുണ്ടോ അമിത്ഷായുടെ ജീവിതം? അമിത്ഷാ കേന്ദ്ര ഗവൺമെൻറ്റിലെ ആഭ്യന്തരമന്ത്രിയാണ് എന്ന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന കാലത്ത് ചിലപ്പോൾ BJPയുടെ പ്രധാനമന്ത്രി ആയിക്കൂടായികയില്ല. ഗാന്ധിജി ലോകത്തിന് നൽകിയ പോലെയുള്ള എന്തെങ്കിലും മെസ്സേജ് അമിത്ഷാ നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാനായിട്ട് കഴിയും. ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ഗ്രേറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പുസ്തകങ്ങൾ അച്ചടിച്ച് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അതിൽ മഹാരഥന്മാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത പാഠങ്ങൾ അതെങ്ങനെയാണ് കുട്ടികളുടെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു മോട്ടിവേറ്റീവ് പവർ നൽകുന്ന തരത്തിലാണ് അത്തരം പുസ്തകങ്ങൾ പരിഗണനയ്ക്കെടുക്കപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആൽബർട്ട് ഷൈസറെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ രാമനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പലരെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നത്. ആ പഠിക്കുന്നതൊക്കെ ശാസ്ത്രജ്ഞന്മാർ എന്ന നിലയ്ക്ക് നമ്മൾ രാമൻ എഫക്റ്റൊക്കെ പഠിക്കുമ്പോൾ, ഇപ്പോൾ രാമൻ എന്ന് പറഞ്ഞാൽ ചിലവരും തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ രാമൻ എഫക്റ്റ് കൊണ്ടുവന്നത് ഇന്ത്യയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിസിസ്റ്റാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ രാമൻ എഫക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ അത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാക്കാൻ ECG സുദർശനൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ജീവചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. കാരണം എന്താണ്, ഈ പ്രകാശ കണങ്ങളെ ഓടിത്തൊൽപ്പിച്ച ടാക്യോണുകളെക്കുറിച്ച് ഗവേഷണം നടത്തി ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രം നോബൽ സമ്മാനം കിട്ടാതെ പോയ ഒരാളാണ് ECG സുദർശൻ എന്ന് പറയുന്ന കോട്ടയത്തുകാരൻ മാപ്പിള. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് കാലഘട്ടത്തിൽ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ തൻ്റെ വിദ്യാഭ്യാസത്തെയും അതുപോലെ തൻ്റെ അധ്യാപന ജോലിയും തൻ്റെ ഗവേഷണ ജോലികളൊക്കെ നിർവഹിച്ചിരുന്നത് എന്ന് പറയുന്ന പാഠം നൽകുന്ന അങ്ങനെ ഉള്ള ആളുകളുണ്ട്. ഗാന്ധിജിയിൽ നിന്ന് വ്യത്യസ്തനാണ്. നെഹ്റുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവരൊക്കെ വ്യത്യസ്തരാണ്. പക്ഷേ അതെല്ലാം പഴയ ഒരു കാലത്തിൻ്റെ പഴയൊരു തലമുറയുടെ പ്രതിനിധി. ഇപ്പോൾ നെൽസൺ മണ്ടേലയെക്കുറിച്ച് പഠിക്കുന്നു. അമേരിക്കയിൽ നിന്ന് നമ്മൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പ്രസിഡന്റുമാരെ, എബ്രഹാം ലിങ്കനെ കുറിച്ച് പഠിക്കാതെ ഒന്നും കുട്ടികൾ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. മാർട്ടിൻ ലൂതർ കിങ്, ഇവരൊക്കെ വലിയ തരത്തിൽ മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലക്കാൻ പഠിച്ചു. പക്ഷേ പുതിയ കാലത്തേക്ക് വരുമ്പോൾ അത്തരം രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇല്ല ലോകത്ത് ശരിക്കും പറഞ്ഞു. കാരണം രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയാകെ മാറി. ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ അധികാരക്രമത്തിനും അതേപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ വലിയ വ്യത്യാസങ്ങൾ വന്നു. നമ്മൾ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിലേക്കൊക്കെ എത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ടവറിങ് പേഴ്സണാലിറ്റികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ തന്നെ വളരെ അപൂർവമായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമിത്ഷാ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അധികാരത്തിൻ്റെ ഭാഗമാണ്, ആഭ്യന്തരമന്ത്രിയാണ്, നാളത്തെ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ കരുതപ്പെടുന്നതായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ അമിത്ഷായുടെ ചില ഫാൻസാണ് ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഫാൻസ് ശബ്ദം മാത്രമാണ്. ഫാൻ ശബ്ദം എന്ന് പറഞ്ഞാൽ ഫാനുകൾ പുതിയ കാലത്ത് ഒരു പ്രതിഭാസമാണ്. പഴയ കാലത്ത് അങ്ങനെ ഫാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഫാൻസ് വരിക എന്ന് പറയുന്നതിനിടയിൽ നല്ലതിനും ചീത്തക്കൊക്കെ വരാം. ബോച്ചെ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരുപാട് ഫാൻസ് ഇവിടെ ഉണ്ടെന്നുള്ളൊരു നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഫാൻസിന് ഒരു യാഥാർത്ഥ്യബോധവുമില്ല. അവർക്ക് ആഗ്രഹങ്ങൾ മാത്രമാണ്, ആർത്തികൾ മാത്രമാണ്, അത് പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ മുന്നോട്ട് വെച്ചൊരു അഭിപ്രായത്തെ NCERT പരിഗണനയ്ക്കെടുത്തു എന്നുള്ളതാണ് വിമർശനത്തിൻ്റെ മുന അതിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ അത് ഈ ഏതെങ്കിലും ഒരു ഫാൻസ് മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള അഭിപ്രായം, അതിൻ്റെ സാധ്യതകൾ അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ അത് പരിഗണിക്കാൻ പാടുള്ളൂ. അമിത്ഷായെക്കുറിച്ച് പഠിപ്പിക്കേണ്ട എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആരെക്കുറിച്ചും പഠിപ്പിക്കാം. കാരണം അമിത്ഷായെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കോ എന്നുകൂടി വേണമെങ്കിൽ എതിരാളികൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും വിവാദപരമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ കുട്ടികളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവരിങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ലതല്ല. അവർ മരിച്ചതിന് ശേഷം ഇപ്പോൾ ഭഗത് സിംഗിനെ കുറിച്ച് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് മരണാനന്തരം ആണ് അത്തരം വിഷയങ്ങൾ സാധാരണയിൽ പരിഹരിക്കപ്പെടാറെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നത് അറിയില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് ആണല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൻ്റെ തലതൊട്ടപ്പനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമിത്ഷാ. അമിത്ഷായുടെ സ്വാധീനം ഇതിലേക്ക് കടന്നു വന്നാൽ കുട്ടികൾ അമിത്ഷായെക്കുറിച്ച് പഠിക്കേണ്ടി വരും. അതാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുന്നവർ? യു പിയിലെ ഖൊരഗ്പൂർ കേന്ദ്രീകരിച്ചുള്ള അമിത്ഷാ യൂത്ത് ബ്രിഗേഡ് എന്ന സംഘടനയാണ് ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്രം NCERTയുടെ പരിഗണനയ്ക്ക് ഈ ആവശ്യം വിട്ടിട്ടുണ്ട്. അമിത്ഷായുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണം. ഇതാണ് അമിത്ഷാ യൂത്ത് ബ്രിഗേഡിയന്റെ ആവശ്യം. അമിത്ഷാ യൂത്ത് ബ്രിഗേഡീസിന്റെ അധ്യക്ഷൻ SK ശുക്ലയാണ് ഇത്തരമൊരാവശ്യവുമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനിൽ കത്ത് നൽകിയത്. ഇത് കഴിഞ്ഞ ആഴ്ചയാണ് NCERTയുടെ പരിഗണനയ്ക്ക് വിട്ടത്. ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയിരുന്നു എന്ന് SK ശുക്ല പറയുന്നുണ്ട്. ഡിസംബർ 18-നാണ് കത്ത് നൽകിയത്. കത്ത് NCERTയുടെ പരിഗണനയ്ക്ക് വിട്ടത് ഒരു നിർദ്ദേശമല്ല എന്നും നടപടിക്രമം മാത്രമാണെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. മന്ത്രാലയത്തിന് പലയിടങ്ങളിൽ നിന്നായി പലതരം കത്തുകൾ ലഭിക്കാറുണ്ട്. NCERT ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. കത്ത് പരിഗണനയ്ക്കായി അയക്കുന്ന നടപടിക്രമം മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിട്ടുള്ളത്. പാഠ്യപദ്ധതിക്ക് പുറത്തുള്ള നിരവധി വിഷയങ്ങളിൽ NCERT പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് സ്കൂൾ കുട്ടികളുടെ അധിക വായനയ്ക്കായി നൽകാറുണ്ട്. പലതരം വിഷയങ്ങളിൽ ഇങ്ങനെ പുസ്തകം ഇറക്കാറുമുണ്ട്. പ്രശസ്തരായ വ്യക്തികളുടെ ജീവിതവും ഇത്തരത്തിൽ പുസ്തകമാക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്ന ഒരാളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അധിക വായനയ്ക്കായുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് വിദഗ്ധരാണ് തീരുമാനമെടുക്കുന്നത്. അമിത്ഷായെക്കുറിച്ച് പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം വിദഗ്ധരാണ് പരിഗണിക്കേണ്ടത്. അവരുടെ തീരുമാനം എന്താകുമെന്ന് നോക്കേണ്ടതുണ്ട്. ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയ SK ശുക്ല നേരത്തെ അമിത്ഷായുടെ ജീവിതത്തെ ആസ്പദമാക്കി പുസ്തകം എഴുതിയിട്ടുണ്ട്. മൻസാ നഗർ സേ സൻസദ് തക് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അമിത്ഷാ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് കുറഞ്ഞ ആളുകൾ മാത്രമേ അറിയുന്നുള്ളൂ. വിദ്യാർത്ഥികൾക്ക് നൽകിയാൽ കൂടുതൽ യുവാക്കൾക്ക് ഷായുടെ ജീവിതം കുറച്ചുകൂടി അറിയാൻ സാധിക്കും. ത്യാഗനിർഭരമാണ് അമിത്ഷായുടെ ജീവിതം. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിക്കുകയായിരുന്നു. വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. BJPയെ ലോകത്തിലെ തന്നെ വലിയ രാഷ്ട്രീയ പാർട്ടിയായി വളർത്തിയത് അമിത്ഷായാണ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ ശക്തവും സുരക്ഷിതമാക്കുന്നതിലും അഴിമതി ഇല്ലാതാക്കുന്നതിലും നിയമവ്യവസ്ഥ ശക്തമാക്കുന്നതിലും ഭീകരവാദം ഇല്ലാതാക്കുന്നതിലും അമിത്ഷാ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ശുക്ല പറയുന്നത്. ശുക്ല എഴുതിയ പുസ്തകം നല്ല രീതിയിൽ വിറ്റഴിക്കണം, അങ്ങനെ വിറ്റഴിച്ചാൽ ശുക്ലക്ക് സമ്പന്നനാകാം എന്നുള്ള ഒരു അന്തർധാര അതിൻ്റെ പിന്നിലുണ്ട് നമ്മൾ കണക്കാക്കണം. കാരണം അമിത്ഷായുടെ ജീവിതം ലളിത ജീവിതമാണെന്ന് പറയുന്ന സമയത്ത് ശത്രുക്കൾ പറയുന്നത് അമിത്ഷായുടെ മകൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി, എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് പറയുന്ന ചോദ്യവും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉയരുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. NCERT പോലെയുള്ള സർവ്വസമ്മതമായിട്ടുള്ളൊരു സ്ഥാപനം ഒരു പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണഗതിയിൽ നിലവിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം അത് വീണ്ടും വീണ്ടും പലപ്പോഴും ആ രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ സമൂഹത്തിനകത്ത് രാഷ്ട്രീയമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് എതിരാളികൾ, ശത്രുക്കൾ, അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അവരൊക്കെ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുന്നു. ഒന്ന്. രണ്ട്, അമിത്ഷായുടെ ഫാൻസ് ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയാൽ അമിത്ഷാ അല്ലാത്തതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഫാൻസും എന്ത് ചെയ്യാം, അപേക്ഷകൾ നൽകാം. ഇപ്പോൾ സവർക്കറെ കുറിച്ച് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സവർക്കറുടെ ഫാനുകൾക്ക് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ചെയ്യാം. പ്രിയങ്ക ഗാന്ധി ആർക്കാണ് ചെയ്യാൻ പാടില്ല. ഇവരെല്ലാവരും കൂടി കയറി കഴിഞ്ഞാൽ കുട്ടികളുടെ ജീവിതം വളരെ കുട്ടിച്ചോറാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം പഠിപ്പിക്കാൻ ആവശ്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക.